ഹൃതജ്ഞാന, ഈ ഹൃദയത്തിൽ ഇതിനെ കെട്ടിവെച്ചിരിക്കുന്നത് കാമം. കാമം എന്ന വാക്കിന് നമുക്ക് ഒരർത്ഥമേ നമുക്കെല്ലാവർക്കും അറിയാവൂ. കാമം എന്ന് പറഞ്ഞാൽ എത്ര ശ്രമിച്ചാലും തൃപ്തിപ്പെടുത്താത്ത ആഗ്രഹം കാമമാണ്. അത് ഭക്ഷണത്തിനോടാകാം, സ്ഥാനമാനങ്ങളോടാകാം, പണത്തിനോട് കാമമാകാം, പലതുമാകാം. എത്ര അനുഭവിച്ചാലും മതിയെന്ന് തോന്നാത്ത ആഗ്രഹം ഇനിയും അതാണ് കാമം. ജരാസന്ധൻ, മഹാഭാരതത്തിൽ ജരാസന്ധൻ 18 തവണ കൃഷ്ണ ഭഗവാനെ ആക്രമിച്ചു. ഓരോ പ്രാവശ്യം ജരാസന്ധൻ ആക്രമിക്കുക. കാരണം ജരാസന്ധൻ്റെ മരുമകനെ കൃഷ്ണൻ കൊന്നു. ജരാസന്ധൻ്റെ മരുമകൻ ആരാ? കംസൻ. കംസനെ ഭഗവാൻ കൊന്നതുകൊണ്ട് ജരാസന്ധന് വല്ലാത്ത ദേഷ്യം. തൻ്റെ 2 പെൺമക്കളും വിധവകളായി. അതുകൊണ്ട് എന്ത് ചെയ്തെങ്കിലും ഈ കൃഷ്ണനെ ഞാൻ പകരം വീട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യവും ജരാസന്ധൻ യുദ്ധമെടുക്കും. മുഴുവൻ സൈന്യവും വധിക്കപ്പെട്ട് കൊന്ന് ഒറ്റയ്ക്ക് ജരാസന്ധൻ തിരിച്ചു പോകും. തോറ്റു. ഫ്രണ്ട്സ് വന്ന് പറയും, വിട്ടുകൊടുക്കല്ലേ, നമ്മളെല്ലാം കൂടെയുണ്ട്. അത് ഇപ്രാവശ്യം കൃഷ്ണൻ ജയിച്ചത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞ് ഈ ജരാസന്ധനെ വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യും. നമുക്കും അതുപോലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും. ഓരോ പ്രാവശ്യവും ചെന്ന് ജരാസന്ധൻ തോറ്റിട്ട് തിരിച്ചു വരും. സുഹൃത്തുക്കളെല്ലാം ചേർന്ന് 18 പ്രാവശ്യം ആരെങ്കിലൊക്കെ മണ്ടത്തരം ചെയ്യൂ. 18 പ്രാവശ്യം ജരാസന്ധൻ യുദ്ധമെടുത്തു. ഓരോ തവണയും തോറ്റു. ഇതാണ് കാമം. ഈ കാമത്തിന് ഒരു മൃഗത്തിനെയാണ് ശാസ്ത്രം ഉദാഹരണമായി പറയുന്നത്. ഏത് മൃഗമാണത്? ഉപനിഷത്തില് കാമത്തിന് ഒരു മൃഗത്തിനെയാണ് ഉദാഹരണമായി പറയുന്നത്. ബുദ്ധിയേ ഇല്ലാത്ത മൃഗം. കഴുത. അതായത് കഴുത എന്തുകൊണ്ടാണ് എല്ലാവരും ആരെങ്കിലൊക്കെ വീട്ടിൽ പാരൻസും ടീച്ചേഴ്സൊക്കെ കഴുതാന്ന് വിളിച്ചിട്ടുണ്ടോ? എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എന്തിനാണോ ഈ കഴുതയെടുത്ത് ഇത്ര ദേഷ്യം? കഴുത കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് വെച്ചാൽ, ഈ ഒരു മൃഗത്തിന് മാത്രമേ റിവേഴ്സിൽ നടക്കാൻ അറിയാവൂ. ആന ബാക്കിൽ നടക്കില്ല. നീ ബാക്കിൽ നടക്കുമോ? നടന്ന് കാണിക്ക്. ബാക്കിൽ നടക്ക്. മനുഷ്യർക്കും കഴുതയ്ക്കും മാത്രമേ പറ്റൂ. ആന ബാക്കിൽ നടന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. കുതിര, പശു, ഒരു ജീവിയും ബാക്കിൽ നടക്കില്ല. കഴുത ബാക്കിൽ നടക്കും. ഈ കഴുതയെ അലക്കുകാരൻ തോളിൽ പൊതിയൊക്കെ കെട്ടിവെച്ച് അടിക്കുമ്പോൾ കഴുത ദേഷ്യത്തിൽ എന്ത് ചെയ്യും? ആ അലക്കുകാരൻ്റെ ധോബിയെടുത്ത് കാണിക്കുന്ന ദേഷ്യവാ ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞ് റിവേഴ്സിൽ നടക്കും. ആ കഴുതിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ മൊത്തം എക്സ്ട്രാ നടന്ന് തിരിച്ചു വരാം, അത് അറിഞ്ഞൂടാ. അതായത് ജനറലി അതിനങ്ങനെ ഒരു തമാശയ്ക്കായി അങ്ങനെ ചിത്രീകരിച്ച് അവസാനം മണ്ടന്മാരുടെ രൂപമായി മാറി. പക്ഷെ ഉപനിഷത്ത് പറയാൻ കാരണം, എല്ലാ മൃഗങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. സിംഹം വർഷത്തിൽ ഒരിക്കലേ ഇണ ചേരുള്ളൂ. മേറ്റിംഗ്, ഇണ ചേരുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. പുലി, സിംഹം ഇതൊക്കെ. ആന 6 മാസം 8 മാസത്തിൽ ഒരിക്കലേ ഇണ ചേരുള്ളൂ. പ്രാവ്, പിജിയൺ, ഒരു ദിവസം 60 പ്രാവശ്യം ഇണ. ഇങ്ങനെ ഓരോ ജീവികൾക്കും ഓരോ കണക്കുണ്ട്. ഉപനിഷത്ത് സിംഹത്തിൻ്റെ ബലം പറയാൻ ഇതാണ് കാരണം. ഈ കഴുത എന്ത് ചെയ്യും വെച്ചാൽ എപ്പോഴും ഇണ ചേരാൻ ഷീ ഡോങ്കിയുടെ ബാക്കിൽ പോകും. എന്ത് കിട്ടും കഴുതയ്ക്ക്? ചവിട്ട് കിട്ടും. എത്ര ചവിട്ട് വാങ്ങിച്ചാലും പഠിക്കില്ല. ജരാസന്ധൻ അതുകൊണ്ടാണ് പറയുന്നത്, 18 തവണ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് 18ഉം തോറ്റു. എന്നിട്ടും തൻ്റെ തെറ്റ് ജരാസന്ധൻ പഠിച്ചിട്ടില്ല. കാമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് അർഹിച്ചതല്ല, ഇത് എൻ്റേതല്ല എന്ന ജ്ഞാനം അയാൾക്ക് ഉണ്ടാവുകയേയില്ല. അതുകൊണ്ടാണ് എല്ലാ 6 കൽമഷങ്ങളുടെയും വേരായിട്ട് ഇതിനെ പറയുന്നത്? കാമത്തിനെ പറയുന്നത്. പിന്നെ ഇതൊരു
കാമം തലയ്ക്ക് പിടിച്ചാൽ, കാമം മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധി പ്രവർത്തിക്കില്ല, അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ കാണുന്നില്ല ഇന്ത്യയിലൊക്കെ ഏതോ ഒരു പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്യുന്നു, കുറച്ച് പേർ റേപ്പ് ചെയ്ത് വിടുന്നോ? ഇല്ല. ഇരുമ്പും പല സാധനങ്ങളും വെച്ച് എന്തോ മൃഗത്തിനെ കൊല്ലുന്ന പോലെ അല്ലേ നമ്മൾ ദിവസം കേൾക്കാറില്ലേ? ഭ്രാന്ത, അതൊരു ടൈപ്പ് മാഡ്നസ്സാണത്. ഇതെല്ലാം ഒരു മനുഷ്യനെ മൃഗത്തിലിരുന്ന് വേറുപെടുത്തുന്ന കാര്യം. അതുകൊണ്ടാണ് ഭക്തി, സംസ്കാരം ഇതൊക്കെ വളരെ അത്യാവശ്യം എന്ന് പറയുന്നത്. ഒന്ന്, അവനെ മൃഗീയ അവസ്ഥയിൽ ബുദ്ധിയൊന്നും പ്രവർത്തിക്കാണ്ട് ആക്കും. രണ്ടാമത്തത്, കാമത്തിൻ്റെ രണ്ടാമത്തെ ദോഷം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്ഥാനത്തിരുന്ന് നിമിഷ നേരം കൊണ്ട് താഴെ വീഴും. എത്രയോ വലിയ ഉയർന്ന ആൾക്കാർ കാമം കാരണം അവരുടെ നിലയും വിലയും മറന്ന് ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്ത് ജീവിതകാലം ആ നാണക്കേട് കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രാമായണത്തിൽ ജയന്തൻ ആരാ? ഇന്ദ്രൻ്റെ മകനാ ജയന്തൻ. എത്ര പേര് ചിത്രകൂടം പോയിട്ടുണ്ട്? ചിത്രകൂട്, മധ്യപ്രദേശ് 1, 2, 3 പേര് മാത്രമേ ഉള്ളൂ. ഒരു മഹാ അത്ഭുതമാണ് ചിത്രകൂട്ടിൽ. ഇന്നും കാക്കയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്യാം. ഭാരതത്തിലെ വെച്ച് കാക്കയില്ലാത്ത ഗ്രാമം ഏതാണെന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ ഏത് ടൗൺ വരും? കാക്കയില്ല അവിടെ. കേരളത്തിൽ കാക്കയുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ചിത്രകൂടത്തിൽ കാക്കയില്ല. സത്യമാണ്. ഞങ്ങൾ പോയപ്പോൾ കുറേ ചെക്ക് ചെയ്തു, കാക്കയെ കാണാനില്ല അവിടെ. കാക്കയില്ല. അതായത് ചിത്രകൂടത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിക്കുക. ലോകമേ വിഷമിക്കുന്നുണ്ട്. സീതയെ 14 വർഷം കാട്ടിലേക്ക് കൈകേയി അയച്ചു. ഈ മൃദുലമായ ദേഹമുള്ളത് ജാനകി, ജനകരാജാവിൻ്റെ പുത്രി, സ്വർണസമാനം, കാഞ്ചനം, ഇത്രയും ഉയർന്ന ദേവിയെ കാട്ടിൽ പറഞ്ഞു. എല്ലാവരും ശപിക്കുന്നു. ഒരാൾക്ക് മാത്രം ഭയങ്കര സന്തോഷം, നല്ല സന്തോഷം. 14 കൊല്ലം കാട്ടിൽ പോയതിൽ ആർക്കാണ്? സീതയ്ക്ക് മാത്രം സന്തോഷം. എന്താണ്? ഭഗവാന്റെ കൂടെ ഇരിക്കുക. അവിടെയാണെങ്കിൽ ചാൻസ് കിട്ടൂല. എവിടെ? അയോധ്യയിൽ എന്നും ബ്രാഹ്മണരും മന്ത്രിമാരും രാജാക്കന്മാർ. സീതാദേവിക്ക് ചാൻസേ കിട്ടാറില്ല. ഈ പരാതി ഇവിടെ എത്ര ലേഡീസിനുണ്ട്? ഹസ്ബൻഡ് വീട് നോക്കാറില്ല, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാറില്ല, അത് ചെയ്യാറില്ല, ഇത് എത്ര പറഞ്ഞാലും കേൾക്കില്ല, സഹായിക്കാറില്ല. ആർക്കും ഇല്ല പരാതി? ആർക്കും ഇല്ല. താര ഇന്ന് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അടുത്ത്. എല്ലാവർക്കും ഉണ്ട് പരാതി. ഇത് സീതാദേവി തൊട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് 14 വർഷം രാമനെ ഒറ്റയ്ക്ക് വലിയ സന്തോഷമായി ദേവിക്ക്. ഈ 14 കൊല്ലം തീരണ്ടെന്നാണ് സീതാദേവിയുടെ പ്രാർത്ഥന. അങ്ങനെ ചിത്രകൂടത്തിലിരുന്നപ്പോൾ ജയന്തൻ, ദേവേന്ദ്രൻ്റെ മകന, അടുത്ത ഇന്ദ്രപദവിയാണ്. 1000 അശ്വമേധയാഗം ചെയ്ത ഒരാളാണ്. ആര്? ജയന്തൻ. അടുത്ത ഇന്ദ്രനാകാൻ വേണ്ടിയുള്ള സ്ഥാനം. പക്ഷേ എന്തു പറ്റി? സീതാദേവിയുടെ സ്വർണ്ണ നിറം, കാഞ്ചനം, ആ സൗന്ദര്യം കണ്ടിട്ട് മയങ്ങിപ്പോയി. ഒരു കാക്കയുടെ രൂപവും എടുത്തിട്ട് സീതാദേവിയുടെ ദേഹത്ത് വന്ന് ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. 2-3 പ്രാവശ്യം സീതാദേവി ഓട്ടിച്ചു വിട്ടു. തിരിച്ച് ഈ കാക്ക വരും. അപ്പോൾ സീതാദേവിക്ക് മനസ്സിലായി ഇത് സാധാരണ കാക്കയല്ല. ഉടനെ പ്രഭുവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ഒരു പുൽക്കൊടി എടുത്ത് പറച്ച് ആ കാക്കയുടെ മീതെ എറിഞ്ഞു. ജയന്തൻ ഓടി ഈ പുല്ല് വിടാതെ ബാക്കിൽ ചെന്ന് കാക്കയുടെ ഒരു കണ്ണിനെ കുത്തി പൊട്ടിച്ചു. ഇന്നും കാക്കയ്ക്ക് കാഴ്ച ഒരു കണ്ണിലാണ്. കാക്കയ്ക്ക് 2 കണ്ണും ഒരു കണ്ണിലെ കാഴ്ചയുള്ളൂ. അതുകൊണ്ട് കാക്ക എപ്പോഴും ഇങ്ങനെയൊക്കെ നോക്കുള്ളൂ, ഒരു സൈഡിൽ കൂടെ നോക്കുള്ളൂ. ചില ആൾക്കാരും അങ്ങനെ നോക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നേരെ നോക്കില്ല, ഇങ്ങനെ നോക്കും. അത് ഗരുഡ പുരാണത്തിൽ പറയുന്ന പ്രത്യേക ഒരു ദോഷമാണ്. അവരെ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ അത് കാരണം ആ ജയന്തന് ശിക്ഷ കിട്ടി. അതുകൊണ്ട് ചിത്രകൂടത്തിൽ ഇന്ന് വരെ കാക്കകൾ പിന്നെ കയറിയിട്ടില്ല. എത്ര വലിയ സ്ഥാനത്തിരുന്ന ആളാ ജയന്തൻ.
വലിയ കുറ്റക്കാരനല്ല. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രമൂർത്തി ക്ഷമിച്ച് ഒരു കണ്ണ് മാത്രം എടുത്തത്. ഏകദേശം ഇതുപോലത്തെ ഒരു തെറ്റാണ് രാവണനും ചെയ്തത്. പക്ഷെ രാവണനെ കൊന്നു, ജയന്തനെ കൊന്നില്ല. കാരണം ജയന്തൻ്റെ എറർ വാസ് മൊമെൻ്ററിലി എറർ. ഒരു സമയം കൊണ്ട് മനസ്സ് കൈവിട്ടു പോയതാ. മനസ്സിലായില്ലേ? കാമം അതാണ്. അവൻ യഥാർത്ഥത്തിൽ ഒരു തെറ്റുകാരനല്ല. പക്ഷെ ആ നിമിഷം ആ മനുഷ്യൻ്റെ മനസ്സ് കൈവിട്ടു പോവുകയും ഇത്രയും ഉയർന്ന സ്ഥാനത്തിരുന്ന് അയാൾ നിലംപതിക്കുകയും ചെയ്യും. വല്ലാത്ത ഒരു കൽമഷം, അഴുക്കാണ് ഈ സാധനം. ഏത്? കാമം എന്ന് പറയുന്നത്. ഗോവിന്ദൻ. ഓക്കെ, ഇനിയൊരു കാര്യം. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൽ നിന്ന് വെളിയിൽ വരാം? ഫസ്റ്റ് ഭാഗവതവും ഭഗവത്ഗീതയും പറയുന്നത് ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ നാവ് ഭക്ഷണത്തിനെ നിയന്ത്രിക്കണം. പുരുഷന്മാർ ഭക്ഷണത്തിനെ നിയന്ത്രിക്കുകയും സ്ത്രീകൾ ഷൈനസ് എന്ന് പറയും മലയാളത്തിൽ, നാണം. ഗീതയിൽ കൃഷ്ണൻ വക പറയുന്നു, സ്ത്രീകൾക്ക് നാണം ഒരു സംരക്ഷണമാണ്. ഇപ്പം ഞാൻ ഇനി പറയുന്ന 10 മിനിറ്റ് പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ആർക്കെങ്കിലും ദേഷ്യം തോന്നാൻ എൻ്റെ അടുത്ത്, ആർക്കെങ്കിലും ദേഷ്യം തോന്നിയാൽ നിങ്ങൾ ഭഗവത്ഗീതയുടെ എതിരെ കേസ് കൊടുത്താൽ മതി, എൻ്റെ അടുത്ത് വഴക്കിന് വരരുത്. പുരുഷന്മാർ എങ്ങനെ നിയന്ത്രിക്കണം? ഭക്ഷണം, നാവിൽ ഭക്ഷണത്തിൽ നിയന്ത്രിക്കുകയും. സ്ത്രീകൾക്ക് ഗീതയിൽ ഭഗവാൻ ഇതൊക്കെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത് എന്തൊരു അത്ഭുതമാണ്. അർജുനൻ്റെ അടുത്ത് ഭഗവാൻ പറയുന്നു, ആ നാണം ആണ് ആരുടെ സംരക്ഷണം? സ്ത്രീകൾക്ക് സംരക്ഷണം. പക്ഷെ ഇന്ന് ദൗർഭാഗ്യം, നമ്മുടെ വേഷധാരണ, ജീവിതശൈലി, ഇതൊന്നും അതിലിരുന്ന് വെളിയിൽ വരാനാണ് ലോകം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ? അല്ലേ? കുട്ടികളുടെ അടുത്ത് സ്കൂളിൽ പോയാലും ഒരു എല്ലാവരും എന്താ പഠിപ്പിക്കുക? നീ ആറ്റിറ്റ്യൂഡ് കാണിക്കണം, നീ നടക്കുമ്പോൾ അതിൽ ആറ്റിറ്റ്യൂഡോടെ നടക്കണം. ആറ്റിറ്റ്യൂഡിന് മലയാളത്തിൽ എന്താ പറയും? പ്രൗഢി. മനസ്സിലായോ? ആറ്റിറ്റ്യൂഡോടെ നടക്കണം. അങ്ങനെ വെറുതെ നീ ഒന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഈ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ച് ആ നാണം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് വെളിയിലെടുക്കുകയാണ്. അത് വെളിയിലെടുത്തു കഴിഞ്ഞാൽ, ആ സംരക്ഷണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ നിസാരമായ അവർ എന്താ പറയുക, മൃഗങ്ങളുടെ ഒരു ഫലമായി മാറും. അവരെ ഈസിലി മൃഗങ്ങൾ ഹണ്ട് ചെയ്യും. അതിനു മുമ്പേ വരെ അവരെ ഹണ്ട് ചെയ്ത്, അതുകൊണ്ടാണ് പ്രകൃതി അവർക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്? ആ നാണം എന്ന ഒരു കാര്യത്തിനെ കൊടുത്തിരിക്കുന്നു. എത്ര പേര് സമ്മതിക്കുന്നു? എനിക്ക് സപ്പോർട്ട് കിട്ടിയാലേ ഞാൻ അടുത്ത സ്റ്റെപ്പ് പോകുള്ളൂ. എല്ലാവരും സമ്മതിക്കുന്നു. ഓക്കെ, അത് ദൈവം സൃഷ്ടിച്ചതാണ്. ബട്ട് ഇന്നത്തെ സൊസൈറ്റി, നമ്മുടെ വസ്ത്രധാരണ, നമ്മുടെ ചിന്താധാരണ, നമ്മുടെ ഭക്ഷണധാരണ, എല്ലാത്തിലും അതിൽ നിന്ന് പുറത്തു വരണം എന്ന് പറഞ്ഞ് അവരുടെ സംരക്ഷണ വേലിയെ നശിപ്പിച്ച് അവരെ കൊണ്ടുപോയി മൈതാനത്തിൽ വിട്ടു. ഏത് മൃഗത്തിന് വേണമെങ്കിലും വേട്ടയാടാം. വളരെ ഡേഞ്ചറസ്. ഭഗവാൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അത് ഗാന്ധാരിയാണ് അതിന് ഉദാഹരണം. ഗാന്ധാരദേശത്തിൽ അന്ധനായ ധൃതരാഷ്ട്രർക്ക് യോഗ്യയായ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞ് ഭീഷ്മർ ചെന്ന് കണ്ടഹാർ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഗാന്ധാരദേശം, ഗാന്ധാരം എന്ന് പറഞ്ഞാൽ എന്താ? ഗാന്ധാര ഭൂമി എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് സമമായ ഭൂമി എന്ന് വെച്ചാൽ ഡെസേർട്ട്. അഗ്നിക്ക് സമമായ ഭൂമി, എന്തിട്ടാലും വളരത്തില്ല, കണൽ പോലത്തെ, അഗ്നിക്കണൽ പോലത്തെ ഭൂമി, അതാണ് ഗാന്ധാരദേശം. അഫ്ഗാനിസ്ഥാൻ അങ്ങനെയാണ്. കണ്ടഹാർ, ഇന്നും ആ രാജ്യത്തിന് കണ്ടഹാർ തലസ്ഥാനം. അവിടെ ചെന്ന് ഗാന്ധാരിയെ കൊണ്ടുവരും. ഗാന്ധാരിക്ക് തന്നെ ആദ്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആർക്കോ എന്നെ വിവാഹം കഴിക്കാൻ കൊണ്ടു. പിന്നെയാണ് ഗാന്ധാരിക്ക് മനസ്സിലായത്, അന്ധനായ ധൃതരാഷ്ട്രക്ക് വിവാഹം കഴിക്കാനായി എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഗാന്ധാരി മനസ്സിലാക്കിയ ഉടനെ, ഒരു വിധത്തിലും ഞാൻ എൻ്റെ പതിയേക്കാളും രാജാവിനേക്കാളും ഉയർന്ന വ്യക്തിയായി ലോകത്തിന് തോന്നാൻ പാടില്ല, എനിക്ക് തോന്നാൻ പാടില്ല, ധൃതരാഷ്ട്രക്കും തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിശ്ചയമായി എന്ന് അറിഞ്ഞ ഉടനെ ഗാന്ധാരി എന്ത് ചെയ്തു? കണ്ണ് കെട്ടി.
ഇന്ന് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഒരു ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞ് കുടുങ്ങി, നന്നായിട്ട് കുടുങ്ങി. ഒരു മാതാജിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണ് കാണാത്ത ആളെ കെട്ടിച്ചു കൊടുത്തത് വലിയ തെറ്റ്. അതിൻ്റെ പുറത്ത് ഈ സ്ത്രീ എന്തിനാ കണ്ണ് കെട്ടിയത്? കണ്ണ് തുറന്നു വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരാൾ അന്ധൻ, രണ്ടുപേർക്ക് ജീവിക്കും. രണ്ടുപേരും അന്ധരായിട്ട് ഭയങ്കര ദേഷ്യമെന്ന്. ഞാൻ പറഞ്ഞതല്ല, മഹാഭാരതം പറഞ്ഞു. പക്ഷേ നമ്മൾ വിചാരിക്കും അത് തെറ്റാണെന്ന്. ഗാന്ധാരി അത്രയും ചെയ്ത വലിയ ത്യാഗത്തിന് ഫലമായിട്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ, ആര് മുൻപേ വന്ന് നിന്നാലും അവരുടെ അകവും പുറവും മനസ്സിലാക്കാനുള്ള ദിവ്യശക്തി ലഭിച്ചു. ആർക്ക്? ഗാന്ധാരിക്ക്. അതിപ്പോൾ എന്താ, ഡബിൾ എനർജിയാണ്. ആര് കൺമുന്നേ വന്ന് നിന്നാലും അവരുടെ അകവും ഉള്ളും പുറവും കാണാൻ. നമുക്കൊക്കെ പുറം മാത്രമേ കാണുള്ളൂ, അതിലെല്ലാവർക്കും കണ്ണടയുണ്ട്, കുറച്ച് ദൂരെ ഇരുന്നാൽ ഒട്ടും കാണില്ല. പക്ഷെ ഗാന്ധാരിക്ക് അവരെ ബാഹ്യവും ആന്തരികവും കാണാൻ പറ്റും. ഒരു ദിവസം അർജുനൻ വിളിച്ചുകൊണ്ട് വന്നു, ദ്രൗപദിയെ വിളിച്ചിട്ട് വന്ന് പറഞ്ഞു, ഗാന്ധാരി അടുത്ത്, മാതേ, ഇതാണ് ഞാൻ വിവാഹം കഴിക്കുന്ന ദ്രൗപദി. പാഞ്ചാല ദേശത്ത് രാജാവിൻ്റെ, ദ്രുപദ രാജാവിൻ്റെ മകളാണ്, വലിയ എന്നൊക്കെ പറയപ്പോൾ ദ്രൗപദി ഗാന്ധാരിയുടെ കാലിൽ വീണ് തൊഴുതു. കാലിൽ വീണ നിമിഷം ഗാന്ധാരിക്ക് മനസ്സിലായി, ഈ സ്ത്രീയാണ് എൻ്റെ 100 മക്കളെയും കൊല്ലാൻ പോകുന്നത്. ഗാന്ധാരിക്ക് മനസ്സിലായി, എൻ്റെ 100 പുത്രന്മാരെയും ഈ സ്ത്രീ കൊല്ലും. പക്ഷേ ഗാന്ധാരി യാതൊരു ദേഷ്യവും ഇല്ലാതെ സൗഭാഗ്യവതി ഭവ എന്ന് അനുഗ്രഹിച്ചു. റൈറ്റ്? ആര് കൺമുമ്പേ വന്നാലും അവരുടെ അകവും പുറവും കാണാനുള്ള കഴിവ് ആർക്കുണ്ടായി? ഗാന്ധാരിക്ക് ഉണ്ടായി. അതായത് ആ ചില ഫെമിനിസ്റ്റ് എന്നല്ല, ചില ഫെമിനിസം ക്യാരക്ടർ വെറുതെ അല്ല, ജീവാത്മാവിനെ പ്രസവിക്കാൻ സാധിക്കുന്ന ഒരു ദൗത്യം അവരെ ഏൽപ്പിച്ചത്. അതൊരു ഡിവൈൻ പ്രോഗ്രാമാണ്. ഒരു ബിൽഡിംഗ് വെക്കുന്നു, അതൊന്നും പോലത്തെ പരിപാടിയല്ല അത്. നമുക്കറിയില്ല എന്തെല്ലാം മാറ്റങ്ങൾ, ഒരു ജീവൻ അവിടെ ഉൽപാദനം നടക്കുകയാണ്. അപ്പം അത് ഗീതയിൽ പറയുന്ന ആ ക്വാളിറ്റീസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഞാൻ കീർത്തിഹി ശ്രീവാക് സ്മൃതി മേധധൃതി. അതായത് സ്ത്രീകൾക്ക് നാണം വളരെ അത്യാവശ്യം. പിന്നെ ആ മൗനം, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്യുക, സൈലൻ്റായിട്ട്. മഹാഭാരതത്തിൽ ഇനിയൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു വീട്ടിൽ ആ ലേഡി മാത്രം ഉണ്ടായിരുന്നു. അന്യപുരുഷൻ വീട്ടിനകത്ത് ഭക്ഷണം എന്തോ ഒരു ആവശ്യത്തിന് ഭർത്താവില്ല. ഇവർ വീട്ടിനകത്ത് ഈ തൈര് ഇത് ചെയ്യാണ്. പഴയ കാലത്തിലൊക്കെ ചെയ്യില്ലേ, തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുക. അപ്പോൾ ആ ലേഡി ഇങ്ങനെ തൈര് കടയുമ്പോൾ ഈ വളകൾ തമ്മിൽ മുട്ടി ശബ്ദമുണ്ടാക്കും. ഉടനെ അവരെന്ത് ചെയ്തു? ആ വളയെല്ലാം ഊരി വെച്ചിട്ട് ഇത് ചെയ്തു. ഇനി ഒരു സ്ട്രേഞ്ചർ ഉള്ളപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും നന്നായിട്ട് അറിയാം. ഒരു സ്ട്രേഞ്ചർ ഉള്ളപ്പോൾ ശ്രദ്ധ പോലും വരരുത്. അങ്ങനെ കീർത്തി, ഇത് ശ്രീ, ഈ ക്വാളിറ്റിയെ ശ്രീ. ഫസ്റ്റ് പറഞ്ഞത് നാണം, രണ്ടാമത്തത് സ്ത്രീ. അതായത് ഗ്രേഷ്യസ്. ഇപ്പം വസ്ത്രധാരണയിൽ ഞാൻ മുന്നോട്ട് പോകാമോ വേണ്ടേ, പറയണോ വേണ്ടേ? പറയണം. വസ്ത്രധാരണയിൽ ഗ്രേഷ്യസ് എന്നൊരു സ്ത്രീയുണ്ട്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പറയും, ആ സ്ത്രീയെ കാണുമ്പോൾ ഓ മഹാലക്ഷ്മി പോലെ ഉണ്ട് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അവരും വസ്ത്രമാണ് ധരിക്കുന്നത്, അവർക്കും സൗന്ദര്യമുണ്ട്, കാണുന്ന പുരുഷന്മാരെ അവരും ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ആ ആകർഷണത്തിൽ ഒരു ബഹുമാനമുണ്ട്. എല്ലാവരും കാണുമ്പോൾ എന്താണ്? ഗ്രേഷ്യസ്. ഗ്രേഷ്യസ് എന്ന് മലയാളത്തിൽ എന്ത് പറയും? നമ്മൾ പറയല്ലേ, ഹിസ് ഗ്രേസ്, ഹിസ് ഡിവൈൻ ഗ്രേസ്, ഗ്രേഷ്യസ്. അങ്ങനത്തെ ഒരു വസ്ത്രധാരണം. ജീൻസും ടീഷർട്ട് ഇട്ട അങ്ങനെ ഗ്രേസിയസ് എന്ന് തോന്നുന്നു? ഇല്ല. ഞാൻ പറഞ്ഞല്ല കേട്ടോ, അല്ല നിങ്ങൾ പറഞ്ഞാണ്, ഞാൻ ഒന്നും പറഞ്ഞല്ല. സോ ശ്രീ ഫസ്റ്റ് സ്വഭാവ ക്വാളിറ്റി നാണം, സെക്കൻഡ് ശ്രീ, പിന്നെ വാക്ക്. എത്ര വേദന ഉണ്ടെങ്കിലും അത് മധുരമായി വാക്ശക്തി.
ഒരു രാജ്യത്തിനെ, ഒരു കുടുംബത്തിനെ അവർക്ക് ഉണ്ടാക്കാനും പറ്റും, ഇല്ലാതെ ആക്കാനും പറ്റും. കൂടുമ്പോൾ ഇൻപമുണ്ടാകുന്നതും കുടുംബം, കൂടുമ്പോൾ ഭൂകമ്പമുണ്ടായാലും കുടുംബം. ഇത് രണ്ടും അവർക്ക് സാധിക്കും. വാക്ശക്തി. ആണുങ്ങൾ ദേഷ്യം വരുമ്പോൾ 2 അടിയും കൊടുത്തിട്ട് അപ്പുറത്ത് ചെന്നിരിക്കും. ഇവർ 20 കൊല്ലം പറയും, നീ എന്നെ ഇന്നലെ അടിച്ചില്ലേ, കഴിഞ്ഞ ആഴ്ച അടിച്ചില്ലേ, കഴിഞ്ഞ ആർക്കാ ശക്തി കൂടുതൽ? വാക്ക്, മധുരമായ വാക്കുകൾ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം പകരുന്ന വാക്കുകൾ. ഒരു മകൻ വീട് വിട്ടു പോയി, അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് പോയി. അമ്മ 24 മണിക്കൂറും ആ മകനെ ഓർത്ത് ഭക്ഷണം കഴിക്കാതെ അവൻ എവിടെ പോയോ, ഭക്ഷണം കിട്ടിയോ, വിശന്ന് നടക്കുമോ, ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുക. ഒരു ദിവസം ആ മകനെ മാർക്കറ്റിൽ വെച്ച് കണ്ടു. അമ്മ ഓടിച്ചെന്ന് മകനേ എന്ന് ആലിംഗനം ചെയ്തു. അവൻ ദേഷ്യത്തിൽ അമ്മയ്ക്ക് ഒരടി കൊടുത്തു. ഉടനെ നാട്ടുകാരെല്ലാം കൂടി എന്തായി കണ്ണെല്ലാം നിറഞ്ഞു. ആ വേദന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ അമ്മ കണ്ണീരും തുടച്ചിട്ട് പറയുക, ഒന്നുമില്ല, അവൻ മെലിഞ്ഞു പോയി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞങ്ങനെ നടക്കുക. എത്ര വേദന വന്നാലും അത് ഉൾക്കൊണ്ട് മധുരമായ വാക്കുകൾ തിരിച്ചു പറയും. പറ്റോ? അപ്പോൾ നാണം, ശ്രീ, വാക്, സ്മൃതി, മേധധൃതി, ഇത് 3ഉം ആചരിച്ചാൽ ആ സ്ത്രീയുടെ സ്മൃതി, ഓർമ്മശക്തി കൂടും. മേധ, റെസല്യൂട്ട് ഇൻ്റലിജൻസ്, ആ അമാനുഷ്യമായ ബുദ്ധിശക്തി കൂടും. ശഹന, ഇതെല്ലാം കൂടി ആ ലേഡി പെർഫെക്റ്റ് പേഴ്സണാലിറ്റിയാണ്. ആണുങ്ങൾക്ക് അധികം ഉപദേശം ഇല്ല, കാരണം അതുങ്ങൾ ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് ഒറ്റ കാര്യമേ പറഞ്ഞു, നാവിനെ കൺട്രോൾ ചെയ്യുക, ഭക്ഷണത്തിനെ കൺട്രോൾ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി കൺട്രോൾ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഹരേ കൃഷ്ണ. പിന്നെ 6 കൽമഷങ്ങളുടെ കാരണം കാമക്രോധാദികളുടെ കാരണം കാമം. ഈ കാമം എവിടെ നിന്നാ വന്നത്? ദൈവത്തിനോടുള്ള പ്രേമം പെർവെർട്ടഡായിട്ട് ഒരു ഡയറക്ഷൻ മാറിയപ്പോൾ കാമമായി മാറി. പെർവേർഷൻ, പെർവെർട്ടഡ്, അതിനെന്ത് മലയാളത്തിൽ പറയും? തലതിരിഞ്ഞോ? അതായത് തെറ്റായ മാർഗത്തിൽ പോവുക. നമ്മുടെ ജന്മനാ അല്ലെങ്കിൽ ഈശ്വര ലോകത്ത് നമ്മൾ വസിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും ദൈവത്തിനോട് എന്തുണ്ടായിരുന്നു? പ്രേമമുണ്ടായിരുന്നു. അത് വഴി തിരിഞ്ഞപ്പോഴാണ് ഈ ലോകത്തിൽ എന്തായത്? കാമമായത്. അതിൽ നിന്ന് ക്രോധം വന്നു, പിന്നെ ബാക്കി 4ഉം കൂടെ അതിൽ നിന്ന് വന്നു. അപ്പോൾ ഭക്തി കൊണ്ട് മാത്രമേ ഇതിനെ ശരിയാക്കാൻ പറ്റുള്ളൂ. എത്ര ആൾക്കാരുണ്ട് 60ാമത്തെ വയസ്സിൽ 70ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ കുറേ വർഷം നല്ലപോലെ നിയന്ത്രിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ നിയന്ത്രിക്കാൻ. ഇതൊക്കെ നമ്മൾ പത്രങ്ങളിലും ലോകത്ത് നമ്മൾ അറിയുന്ന കാര്യമാണ്. ഈശ്വര ഭക്തി കൊണ്ട് മാത്രം. അതിന്
ഹരിദാസ് ഠാക്കൂറാണ്. നിങ്ങൾ ആ കഥയെല്ലാം കേട്ടിട്ടുണ്ടാകും. ഹരിദാസ് നാമാചാര്യൻ. ഒരു ദിവസം 21 മണിക്കൂർ അദ്ദേഹം ജപം ചെയ്യും. ആര്? ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ഒരു വേശ്യ സ്ത്രീ വന്നു. മഹാസൗന്ദര്യമുള്ള, മായ തന്നെ ഭൗതികമായ ഒരു രൂപം എടുത്തുകൊണ്ടുവന്ന്, അത്ര സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു രൂപവും എടുത്തിട്ട് വന്നു. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് 21 മണിക്കൂർ നാമജപമുണ്ട്, നിന്നെ നാളെ പ്രീതിപ്പെടുത്താം എന്ന് ജപിക്കാൻ തുടങ്ങി. അവർ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. വെറും 3 ദിവസത്തെ സത്സംഗം കൊണ്ട് അവർ സ്വയം അറിയാതെ നാമജപം തുടങ്ങി. പ്രേമാവസ്ഥയിൽ അവർ മാറി. തിരിച്ചിത് പഴയ പൊസിഷനിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പം നല്ല ഭഗവാനോടുള്ള നാമജപം. ഞാൻ ഇന്നലെയേ ചോദിച്ചു, നാമജപം തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? തുടങ്ങിയില്ലെങ്കിൽ ഈ വേദിയിൽ ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചെയ്യുന്നവരാണ്. അപ്പം എൻ്റെ അഭ്യർത്ഥനയാണ്, ദിവസവും വളരെ ശ്രദ്ധയോട് നാമജപം ചെയ്യുക. ഒരു മാല ജപിക്കാൻ 10 മിനിറ്റ്, 4 മാല 8 മാല ചെയ്യുക. പിന്നെ പൂർണ്ണമായ സസ്യഭുക്കായവരെത്ര പേരുണ്ട്? വെജിറ്റേറിയൻ ഏകദേശം എല്ലാവരും. സസ്യഭുക്കായി മാറാത്തവർ, കൈ ഉയർത്താൻ മടിച്ചവർ എല്ലാവരും പെട്ടെന്ന് എന്താവണം? സസ്യഭുക്കാണ്. അത് വളരെ അത്യാവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വരുന്ന പ്രധാന കവാടമാണ് മത്സ്യമാംസാദികൾ എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുക തന്നെ വേണം. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും അത് മീനാണ് കോഴിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ചോക്ലേറ്റിൽ, ഐസ്ക്രീമിൽ, കേക്കിൽ നമുക്ക് കിട്ടുന്ന പല എന്തൊക്കെയാണ് ഇടുന്നതെന്ന് ആർക്കും അറിയില്ല. മുതലയാണോ പാമ്പാണോ പല്ലിയാണോ ഒന്നും അറിയാൻ പറ്റില്ല. പൂർണ്ണമായ സസ്യഭുക്കാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലും കേരളം മുൻപന്തിയിലാണ്. ഇതിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിലും ഫ്രണ്ടിലാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട്, എല്ലാവരും അഭിമാനിക്കാം. സോ നാമജപവും ഇതും ചെയ്യുക വളരെ അത്യാവശ്യമാണ്. 3 ദിവസവും സത്സംഗത്തിൽ പങ്കെടുക്കാൻ വന്ന ഏവർക്കും നന്ദി. നല്ല ഈ കാര്യങ്ങളെല്ലാം ഇന്ന് 3 ദിവസം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ആവശ്യമായ കാര്യങ്ങളാണ്. പകർത്താൻ ശ്രമിക്കുക. പിന്നെ അടുത്ത വെള്ളി, ശനി, ഞായർ വീണ്ടും 3 ദിവസം മുകുന്ദമാല സ്തോത്രം. അതൊരു അതിമനോഹരമായ ഒരു വൈഷ്ണവ ഗ്രന്ഥമാണ്. ആരെങ്കിലും മുമ്പേ വായിച്ചിട്ടുണ്ടോ? മുകുന്ദമാല കുറേ പേര് വായിച്ചിട്ടുണ്ട്. അതിസുന്ദരമായ ഒരു ഗ്രന്ഥം. 11-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച കുലശേഖര രാജാവ്, അദ്ദേഹം തിരുവിതാംകൂറിലിരുന്ന് സന്യാസം എടുത്തിട്ട് അദ്ദേഹം ശ്രീരംഗത്തിൽ പോയി. ആദ്യത്തെ ഒരു വ്യക്തിയാണ് സന്യാസം എടുത്തപ്പോൾ മകളെയും വിളിച്ചുകൊണ്ട് പോയത്. അദ്ദേഹം സ്വന്തം മകളെയും വിളിച്ചുകൊണ്ട് പോയി. 2 പേരും ശ്രീരംഗത്തിലുണ്ടായിരുന്നു. മകളും സന്യാസം. സാധാരണ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കാത്തതാണ്. പക്ഷേ കുലശേഖര രാജാവ് മകളെയും വിളിച്ചുകൊണ്ട് പോയി സന്യാസം എടുത്ത് അവർ പിന്നീട് ശേഷിച്ച കാലം ശ്രീരംഗത്തിലുണ്ട്. അതിസുന്ദരമായ പുസ്തകം മുകുന്ദമാല സ്തോത്ര. 3 ദിവസം അതിൻ്റെ പ്രധാന ശ്ലോകങ്ങൾ നമ്മൾ വിവരിക്കുകയും പഠിക്കുകയും ചെയ്യും. താല്പര്യമുണ്ടോ? വരാം. അപ്പോൾ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞുകൂടാ. വെസ്റ്റ് സോൺ പ്ലാസ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ്, മൻകൂൾ, ദുബായ്. സോ ഇവരവിടെ ഇത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലൊക്കേഷൻ അവിടെ എൻട്രൻസിൽ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് കോപ്പി ചെയ്യുക ആവശ്യം. എല്ലാവർക്കും ഈ ലൊക്കേഷൻ അറിയാമോ? വെസ്റ്റ് സോൺ പ്ലാസ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ്. ആർക്കും അറിയില്ല. ഓക്കെ.
ഓക്കെ, അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്യുക. സോ എത്ര പേരുണ്ടാകും നെക്സ്റ്റ് വീക്കെൻഡും 3 days ഏകദേശം? ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ വളരെ നന്ദി ഈ തിരക്കിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി വന്നതിന്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ 1 or 2 ചോദ്യം ഈ വിഷയത്തിനെ ആസ്പദമാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പറയും. അത് ശരി, അത് ഞാൻ സമ്മതിച്ചു. ചിലർ മൃഗങ്ങളെക്കാളും മോശമാണ്. ഉപനിഷത്തിൽ അങ്ങനെയും ഒരു ശ്ലോകമുണ്ട്. ഹൊറിസോണ്ടൽ വയറുള്ള ഏത് കാർണിവോറസ് അനിമലെയും വിശ്വസിക്കാം, ഇങ്ങനെ വയറുള്ള കാർണിവോറസ് അനിമലിനെ വിശ്വസിക്കാൻ പാടില്ല. മനസ്സിലായോ? വന്യമൃഗങ്ങൾ, പുലി, സിംഹം, കടുവയ്ക്കൊക്കെ വയറിങ്ങനെയാണ്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങൾ എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര വലിയ സത്യമാണ്. ഇങ്ങനെ വയറുള്ള മൃഗങ്ങളുണ്ട്, പുലി, സിംഹം, കടുവ. ഇതെല്ലാം എന്ത് ചെയ്യും വെച്ചാൽ വിശക്കുമ്പോൾ മാത്രം പോയി ഒരു ആടിനെയോ മുയലെയോ എന്തെങ്കിലും പിടിച്ച് തിന്നും. വയറ് നിറഞ്ഞാൽ ആ മാംസം ബാക്കി കിടന്നാൽ പോലെ അടുത്ത ഒരാഴ്ചയ്ക്ക് ആ പ്രദേശത്ത് വരില്ല. മനുഷ്യൻ ഒരാഴ്ചയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി. അപ്പോൾ ഹൊറിസോണ്ടലി വയറുള്ള കാർണിവോറസ് അനിമൽ, വന്യമൃഗങ്ങളെ വിശ്വസിക്കാം. ഇങ്ങനെ വയറുള്ളതിനെ വിശ്വസിക്കാനേ പാടില്ല. ഇങ്ങനെ വയറുള്ള ജീവി ആരാ? അപ്പോൾ മാഡം പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. മൃഗങ്ങളെക്കാളും കേവലമാണ് മനുഷ്യർ. താങ്ക് യു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ, കമന്റ്? താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്.